ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഫിക്ക് പാസ്സായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി എന്നുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് എനിക്കതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കിട്ടിയത്, ജോലി കിട്ടിയത് എങ്ങനെയാണ്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് കാനഡയിൽ വന്നിട്ട് ഒരു ജോലിയും എനിക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ ഇവിടുത്തെ ബാങ്കിൽ ജോലി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ കാനഡയിൽ ലാൻഡ് ചെയ്യുന്നത് ജൂൺ 6-നാണ്. എൻ്റെ PR-ൻ്റെ കുറച്ച് വർക്കുകൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എനിക്കൊരു 2 മാസം എടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 22-നാണ് എനിക്ക് PR കിട്ടുന്നത്. ഞാൻ അതിന് ശേഷമാണ് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. കാരണം എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ശേഷമായിരുന്നു. കാരണം സിൻ നമ്പറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്കിവിടെ ആപ്ലിക്കേഷനും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ അതിന് മുന്നേ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഓരോ ബാങ്ക്സിൻ്റെയൊക്കെ കരിയർ വെബ്സൈറ്റിൽ കയറി നോക്കുമായിരുന്നു, എങ്ങനെയുണ്ട് ജോലിയുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവർ ഇടുന്ന വേക്കൻസീസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറേ വേക്കൻസി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിലൊക്കെയാണ് ഓക്കെ ഇഫിക്ക് പാസ്സായി കഴിഞ്ഞാൽ വേഗം തന്നെ ജോലി കിട്ടാം എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നത്. പക്ഷേ ഞാൻ ഓഗസ്റ്റ് 22 തൊട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. അന്നേരം ഞാൻ ഇഫിക്ക് പാസ്സായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പക്ഷേ ചുമ്മാ എൻട്രി ലെവൽസ് ജോബ്സ് ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങി. മീൻ വൈൽ ഞാൻ ഇവിടെ ഇവിടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്സിലും സൂപ്പർ മാർക്കറ്റ്സ് ഇവിടെയൊക്കെ ഞാൻ പാർട്ട് ടൈമിൽ നോക്കുന്നുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ജോലി ആവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്കൊരു ജോലിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇവിടെ റിസഷൻ ആയിരുന്നു തോന്നുന്നു. കാരണം എവിടെ പോയാലും ഇപ്പം നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും നമ്മൾ എടുക്കത്തില്ല. കാരണം ഇവിടെ ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ഉണ്ട്, അവർക്കിനി പുതിയ ആൾക്കാരുടെ ആവശ്യമില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ ശരിയാണ്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർക്ക് അവർക്ക് പണി ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പം നമ്മളെ ഒരാൾ എടുക്കേണ്ടത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊന്നും എനിക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു ജോലി കിട്ടാത്തതിലൊക്കെ. നാട്ടിൽ ഞാൻ ഡിഗ്രിക്ക് മാത്സ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാനഡയിൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കാനഡയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ഒരു ബാങ്കിൽ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞത് പോസിബിൾ അല്ലെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ബാങ്കിൽ ജോലി കിട്ടണം. അതൊരു ചെറിയ ജോലിയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നല്ലൊരു കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം നിങ്ങളും കാനഡയിൽ ന്യൂ കമ്മറാണ്, നിങ്ങളും എൻ്റെ ഈ ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെസ്പറേറ്റ് ആവരുത്, അല്ലെങ്കിൽ ചെറിയൊരു ജോലിയിൽ ഒതുങ്ങി പോവരുത്. ഞാൻ ഒരിക്കലും ഒരു ജോലി അതിന് കുറച്ച് കാണുന്നു അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും, ഓക്കെ എനിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി എനിക്ക് കണ്ടെത്താനും അതിൽ ഞാൻ ക്വാളിഫൈ ആവാനൊക്കെ എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഈ പറഞ്ഞ ഓഗസ്റ്റ് 22 എനിക്ക് PR കിട്ടുന്നു. അതിനുശേഷം ഞാൻ ഇഫിക്ക് ഒരു 3 വീക്സോളം ഞാൻ പഠിച്ചു. ഞാൻ മീൻവെയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു കരിയർ വെബ്സൈറ്റിൽ ജോലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള ബ്രാഞ്ചസിലൊക്കെ വേക്കൻസി വന്നാൽ ഞാൻ അവിടെ പോയി ചോദിക്കുമായിരുന്നു, അതായത് വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേക്കൻസി കണ്ടോ, ഇത് ശരിയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ മെജോറിറ്റി ഓഫ് ഇവർ ഇടുന്ന ഈ വേക്കൻസീസും വെറുതെ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഇത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വീക്ക്ലി ഇത്രത്തോളം ഒരു വേക്കൻസിയുടെ അഡ്വർടൈസ്മെൻറ്റ് ഇടണം എന്നുള്ള ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ അതുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇത് വിശ്വസിച്ച് ഇത് ശരിക്കുമാണ്, ഇത് റിയലാണ്, ഇത്രയും വേക്കൻസി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ ബ്രാഞ്ചസിലും പോയി അന്വേഷിക്കും, മാനേജേഴ്സിനോട് സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പോയ ഇപ്പോൾ TD, സ്കോഷ്യ, അതുപോലെ BMO ഈ 3 ബാങ്കുകളിൻ്റെ പല പല ബ്രാഞ്ചസിലാണ് ഞാൻ പോയത്. പക്ഷെ അവിടുത്തെ മാനേജേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ അവരെനിക്ക് ചെയ്തു തന്നു. അപ്പം നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്, നമുക്കൊരു ജോലി നേടുക എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് ബാങ്കോ
എവിടെ ആയിക്കോട്ടെ നേരിട്ട് പോയി ചോദിക്കുക, നമുക്ക് ഇങ്ങനെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുക. പിന്നെ ഞാൻ പോയി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ ഇഫിക്കിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കൂടി മെൻഷൻ ചെയ്യായിരുന്നു. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണെങ്കിൽ പോലും ഇഫിക്ക് പാസ്സാവാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇഫിക്ക് നമ്മൾ പാസ്സായി, അതൊരു ന്യൂ കമറായി നമ്മൾ പാസ്സായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അവർക്ക് നമ്മളെ നമ്മൾ ഭയങ്കര ഒരു വലിയൊരു സംഭവം എന്നുള്ളൊരു ഫീൽ അവർക്കും തോന്നും നമ്മളെപ്പറ്റി. അപ്പോൾ അങ്ങനെ എൻ്റെ ഇഫിക്കിന് ഒരു 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ ഞങ്ങളുടെ പിക്കറിങ്ങിലുള്ള ഒരു BMOയിൽ ഞാൻ ജസ്റ്റ് പോയി എൻ്റെ റെസ്യൂമൊക്കെ ആയിട്ട് പോയി. എക്സ്പീരിയൻസ് വെക്കാൻ ഞാൻ എൻ്റെ പ്രീവിയസ് ഇന്ത്യൻ എക്സ്പീരിയൻസാണ് വെച്ചത്, അല്ലാതെ എനിക്കിവിടെ കാനഡയിൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറുടെ അടുത്ത് ഞാൻ എൻ്റെ റെസ്യൂമെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ ബാങ്കിൽ ഇങ്ങനെ കൊടുത്തു, എനിക്കൊന്നിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ എന്താണ് പ്രശ്നം, അതായത് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എൻ്റെ റെസ്യൂമേൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ, പുള്ളിക്കാരത്തി ഒന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം എൻ്റെ ഇഫിക്കിൻ്റെ എക്സാമാണ്. എക്സാം ഞാൻ പാസ്സായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരത്തേക്ക് വീണ്ടും ഒരു മെയിൽ അയച്ചു, ഞാനിങ്ങനെ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് കുറച്ച് ഡേറ്റ്സ് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്ന് കൺഫേം ആക്കിയിട്ടൊന്ന് തിരിച്ച് മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാ ദിവസവും അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത ഡേറ്റ് തന്നെ കൊടുത്തു. കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടെ ഇവർക്ക് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. ഇവിടുത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സും ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ, അവർക്ക് ഇനിയും വേറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, 2 ദിവസത്തിനുള്ളിൽ അവർ പറയാം, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ പോയി. കാരണം എനിക്കറിയാം എനിക്ക് 100% എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ആകെ ഇഫിക്ക് ക്വാളിഫൈ ആയെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈവനിങ് എനിക്ക് ബാങ്കിൽ നിന്ന് കോള് വരികയാണ്. അപ്പോൾ 2-3 കോളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഓക്കെ, ഇൻ്റർവ്യൂ ക്വാളിഫൈ ആയി, ജോയിൻ ചെയ്യാൻ റെഡി ആയിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ കാനഡയിലുള്ള ഇവിടെയുള്ള ജോലി നോക്കുന്നവർക്കറിയാം, ഒരു ഇൻറ്റേർണൽ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെ ഒരു റെഫറൽ ഇല്ലാതെ എത്ര ബുദ്ധിമുട്ടാണ് കാനഡയിൽ ഒരു ജോലി കണ്ടുപിടിക്കാനുള്ളത്. കാരണം ഇവിടെ കൂടുതൽ ജോലികളും ഈ ഇൻറ്റേർണൽ റെഫറൽസും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞും ഇൻറ്റേർണൽ സപ്പോർട്ട് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമുക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും നമുക്കത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര പ്രൗഡാവും. അപ്പോൾ എനിക്കും ഈ ഒരു സെയിം ഫീൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം വേറെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇപ്പം കാനഡയിൽ ജോലി നോക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, വേറെ ഏതെങ്കിലും ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി ചോദിക്കുക വേക്കൻസിയുടെ കാര്യം ഇത് റിയൽ ആണോ, അതായത് എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇൻ്റർവ്യൂയുടെ പ്രോസസ്സും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.